നമസ്കാരം. കേരളം അതിരുവിടുകയാണ്. വടിയെടുത്ത് കേന്ദ്രം രംഗത്ത് വന്നു. എന്താണ് സംഭവിച്ചത്? എന്തൊക്കെ നീക്കങ്ങളാണ് നടക്കുന്നത്? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. മുതിർന്ന IAS ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കണമെന്ന കേരള സർക്കാരിന്റെ ഉത്തരവിനെതിരെ കേന്ദ്രം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ അറിയിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദേശകാര്യങ്ങൾ ഒരു സംസ്ഥാന വിഷയമല്ല എന്നതാണ് അടിവരയിട്ട് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ജൂലൈ 15 ഉത്തരവിൽ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദേശകാര്യ സെക്രട്ടറിയായി മുതിർന്ന ഉദ്യോഗസ്ഥ കെ വാസുകിയെ നിയമിച്ചിരുന്നു. വിദേശകാര്യം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാനങ്ങൾക്ക് മാത്രം അധികാരമുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലോ വരുന്ന വിഷയമല്ല. അതിനാൽ ഭരണഘടനാപരമായ അധികാരപരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ കടന്നു കയറരുത് എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. കേരള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ വിദേശകാര്യ സെക്രട്ടറിയായി IAS ഉദ്യോഗസ്ഥയെ നിയമിച്ചത് ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിന്റെ നഗ്നമായ കടന്നുകയറ്റവും ലംഘനവുമാണ്. വിദേശകാര്യങ്ങളിൽ LDF സർക്കാരിന് അധികാരമില്ല എന്ന് കെ സുരേന്ദ്രൻ തുറന്നടിച്ചിരുന്നു. വിദേശ സഹകരണം ഏകോപിപ്പിക്കാൻ IAS ഉദ്യോഗസ്ഥ വാസുകിയെ കേരള സർക്കാർ നിയമിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയത്. സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തിന് പുറത്തുള്ള കാര്യങ്ങളിൽ കടന്നു കയറരുത് എന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഭരണഘടനാ വ്യവസ്ഥകൾ ഉദ്ധരിച്ചാണ് അദ്ദേഹം കേന്ദ്ര നിലപാട് വ്യക്തമാക്കിയത്. കേരള സർക്കാരിന്റെ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാർ ആദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത്. ഇതോടെ വാസുകിയുടെ നിയമനത്തിൽ കേരള സർക്കാരിന്റെ നിലപാട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ നിർണായകമാകുമെന്നത് ഉറപ്പാണ്. ഭരണഘടനാ വിരുദ്ധമായ ഈ നീക്കം അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. തൊഴിൽ നൈപുണ്യ വകുപ്പ് സെക്രട്ടറി കെ വാസുകിക്ക് വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല നൽകി ജൂലൈ 15 കേരള സർക്കാർ ഉത്തരവിറക്കിയത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. നിരവധി കോണുകളിൽ നിന്നും കേരളത്തിനെതിരെ ശക്തമായ എതിർപ്പുകളാണ് പൊന്തി വന്നത്. BJP നിയമസഭാംഗം PP ചൗധരി പറഞ്ഞത് ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ IAS ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ച കേരള സർക്കാർ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ച നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. കേന്ദ്ര സർക്കാരിനും യൂണിയൻ ലിസ്റ്റിനും അനുവദിച്ചിട്ടുള്ള വിഷയങ്ങളിൽ കടന്നുകയറുന്നു എന്നാണ് ചൗധരി പറഞ്ഞത്. എന്നാൽ ശശി തരൂർ MP പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് വിദേശ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഒരു സംസ്ഥാന സർക്കാരിനും സ്വതന്ത്രമായ വിദേശ ബന്ധങ്ങളില്ല. എന്നിരുന്നാലും വിദേശത്തുള്ള അവരുടെ താമസക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് ഉചിതമാണെന്നും തരൂർ പറയുന്നുണ്ട്. അതേസമയം കേരള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. ശക്തമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ IAS ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചത് നമ്മുടെ ഭരണഘടനയുടെ യൂണിയൻ പട്ടികയുടെ നഗ്നമായ കടന്നുകയറ്റവും ലംഘനവുമാണ്. LDF സർക്കാരിന് വിദേശകാര്യങ്ങൾക്ക് അധികാരമില്ല. ഭരണഘടനാ വിരുദ്ധമായ ഈ നടപടി അപകടകരമായ കീഴ്വഴക്കമാണ് സൃഷ്ടിക്കുന്നത്. കേരളത്തെ പ്രത്യേക രാഷ്ട്രമായി സ്ഥാപിക്കാനാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ ചോദിച്ചത്. കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നാൽ ഉടൻ തന്നെ പ്രത്യേക കോൺസുലേറ്റും വിദേശകാര്യ മന്ത്രിയും വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യ താൽപര്യത്തിന് നിരക്കാത്ത വാസുകി IASന്റെ പുതിയ തസ്തികയിലേക്കുള്ള നിയമനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ റദ്ദാക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതേസമയം സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പുതിയ ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നിയമനമെന്ന് വിമർശനങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഡോക്ടർ V വേണു വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനുള്ള നീക്കമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ എംബസികൾ, കോൺസുലേറ്റുകൾ, അവിടുത്തെ ജീവനക്കാർ എന്നിവരുമായി നേരിട്ട് ഇടപെടരുത് എന്ന് IAS ഉദ്യോഗസ്ഥർക്ക് പെരുമാറ്റച്ചട്ടമുണ്ട് എന്നതും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതേസമയം വിദേശ സഹകരണ ചുമതലയുമായി 2021 മുൻ IFS ഉദ്യോഗസ്ഥൻ വേണു രാജാമണിയെ ന്യൂഡൽഹിയിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി കേരള സർക്കാർ നിയമിച്ചിരുന്നു. അന്നൊന്നും കേന്ദ്രം പ്രതികരിച്ചിട്ടില്ല എന്നും വാദമുയർന്നുണ്ട്. എന്തായാലും കേരള സർക്കാരിനെതിരെ ശക്തമായ ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇക്കാര്യത്തിൽ എന്ത് നീക്കമാണ് ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.